ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ പ്ലഷർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അതും പ്രകാരം നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്. ഹോണ്ടയ്ക്ക് ഉപയോഗിക്കുന്ന ഒറിജിനൽ ലൈനർ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ബെറ്ററാണ്, നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ക്യാമൊക്കെ ആയാലും ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം. ക്യാമൊക്കെ ചെറിയ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യാം. എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്ന് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. നമുക്ക് കമ്പനി ഫിൽറ്റർ തന്നെ ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലച്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ട്. ഇവിടുത്തെ ഓയിൽ സീൽ പോയിട്ട് ഓയിൽ ഫുള്ള് ലീക്കായ കരിയുടെ. അപ്പോൾ നമുക്ക് ഓയിൽ സീലൊന്ന് മാറ്റിയിട്ട് ക്ലച്ചൊന്ന് റീസെറ്റ് ചെയ്യണം. തന്നെയല്ല ഓയിൽ ഒരല്പം കുറവുണ്ടാവും. നമുക്കതൊന്ന് ടോപ്പ് ചെയ്യണം. ഇതിനകത്തുള്ള ഓയിൽ നല്ല ഓയിലാണ്. എഞ്ചിനിൽ കിടക്കുന്ന ഓയിൽ നല്ല ഓയിലാണ്. അപ്പോൾ നമുക്ക് ആ ലെവൽ കുറവുള്ളത് മാത്രം ഒന്ന് ഒഴിച്ചാൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേയ്മാനങ്ങളൊക്കെ ഉള്ളൂ. ഈ ബെൻഡെക്സ് യൂണിറ്റ് അതിൻ്റെ ഒരു ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കംപ്ലയിൻറ്റ് എന്തെങ്കിലും ആയിട്ട് ചെയ്താൽ മതി. സെൽഫിൻ്റെ പ്രശ്നം എടുക്കാത്തൊരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ്, നമുക്ക് സെൽഫുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് നമുക്കത് നോക്കേണ്ട കേസുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ലൂബ്രിക്കേഷനൊക്കെ കൊടുത്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴും ബെൽറ്റും കുഴപ്പമൊന്നുമില്ല, നല്ല ബെൽറ്റാണ്. കമ്പനി ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിച്ചാൽ ബാക്ക് പോർഷനിൽ. കാരണം വെച്ചാൽ അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ ഈ റബ്ബറുകളൊക്കെ ഉണ്ടല്ലോ, ഈ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് വന്ന് ലോഡ് ചെയ്യുന്ന റബ്ബറുകളാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് വന്നിങ്ങനെ അടിച്ചടിച്ച് ശരിക്കും അതിൻ്റെ ഒരു ചതഞ്ഞൊരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിടണം. പിന്നെ ഈ പിന്നുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തിടണം. കാരണം ഈ പിന്നുകൾ മാറ്റണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ വീലിൻ്റെ ഈ ഹോളിനകത്ത് തന്നെ പിന്നുള്ളത്. അപ്പോൾ ചെറുതായിട്ട് ഹോൾ ഓവലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പിന്നിന് തേയ്മാനം ഉള്ളത് കൊണ്ട് പിന്നീട് അങ്ങോട്ടേക്ക് കൂടുതൽ പ്രോബ്ലത്തിലേക്ക് വരും. അപ്പോൾ നമുക്ക് പിന്ന് മാത്രം മാറ്റിയിട്ട് അതിൻ്റെ ഈ ഓയിൽ ഓറിങ് മാറ്റി ഒന്ന് ഗ്രീസ് ചെയ്തിടാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വീലൊക്കെ മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമുക്ക് ഈ പിന്നുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് ഗ്രീസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് മാക്സിമം നമുക്ക് അതിൻ്റെ ലൈഫ് ലോങ് നമുക്ക് ഉപയോഗിക്കാത്തൊരു കണ്ടീഷനിലേക്ക് അത് എത്തും. പിന്നെ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കമ്പനി ആയിട്ടൊന്നുമല്ല, ഒരു ASK എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. തന്നെയല്ല അതിൻ്റെ ഓയിൽ ക്ലച്ച് ഔട്ടിനകത്ത് ഈ ഓയിൽ ലീക്ക് ഉള്ളതുകൊണ്ട് ഓയിൽ ആ ഭാഗത്തേക്ക് വന്നിട്ട് ആ ഓയിൽ ശരിക്കും പറഞ്ഞാൽ ആ ഓയിലിൽ കുതിർന്നൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ക്ലച്ച് ഔട്ടിൻ്റെ ഉള്ളിൽ നോക്കുമ്പോഴാണ് ഓയിൽ മയം കണ്ടത്, അതിനകത്ത് അത്യാവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വാട്ടർ പേപ്പർ കൊണ്ടൊന്ന് പിടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ക്ലച്ച് ഷൂ മാറ്റൊന്നും വേണ്ട, ഓൾറെഡി നമുക്കത് തന്നെ പരമാവധി ഉപയോഗിക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതെനിക്ക് തോന്നുന്നു പുറമേ ഇങ്ങനെ ചെയ്തതായിരിക്കുള്ളൂ. അപ്പോൾ മാക്സിമം ഓടട്ടെ, എന്നിട്ട് എന്തെങ്കിലും ഡാമേജിലേക്ക് വന്നിട്ടൊക്കെ നമുക്ക് മാറ്റിക്കളഞ്ഞാൽ മതി. പിന്നെ നമുക്കതിൻ്റെ നിലവിലെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. നമുക്ക് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടോ പ്രശ്നങ്ങളോ ചോക്കിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ വേറെ ഒന്നും ഇല്ല. അതുകൊണ്ട് കാർബറേറ്റർ നമ്മൾ അഴിക്കണില്ല. ജനറൽ സർവീസിൽ നമുക്ക് കാർബറേറ്റർ ക്ലീനിങ് വന്നില്ല. നമ്മൾ അഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് അഡീഷണൽ കോസ്റ്റ് വന്നതാണ്. അപ്പോൾ തൽക്കാലം നമുക്കത് അങ്ങനെ തന്നെ നിലനിർത്താം. വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്ത് വിടാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തേക്ക് ഫ്രണ്ടിൽ 1-2 പ്രോബ്ലംസ് ഉണ്ട്. അതായത് ഗട്ടറൊക്കെ ചാടുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഷെയ്ക്ക് ഫ്രണ്ടിൽ നിന്ന് അനുഭവപ്പെടണമുണ്ട്. അത് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ സസ്പെൻഷൻ്റെ ബുഷൊക്കെ പോയി കൊടുക്കുക. അതുണ്ട് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് വരാം. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കോപ്പർ ബുഷ്, കോപ്പറിൻ്റെ 4 ബുഷ് 2 മെറ്റലിൻ്റെ ബുഷും വരുന്നുണ്ട്. അങ്ങനെ സെറ്റായിട്ടാണ് വരാം. ഏകദേശം ഒരു 500 രൂപയൊക്കെ നമുക്ക് അതിന് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം ഈ ഫ്രണ്ടിലത്തെ കുഷൻ റബ്ബർ കൂടി മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ലൈനറൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ ദിവസം നമ്മൾ നോക്കുമ്പോൾ ബാറ്ററി പുതിയ ബാറ്ററി ഇരിക്കണേ, 2024 മോഡൽ ബാറ്ററിയാണ് ഇരിക്കണേ. അപ്പോൾ ബാറ്ററി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുള്ളൂ. കാരണം പുതിയ ബാറ്ററിയാണ്, വേറെ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല. ബാറ്ററി ടെസ്റ്റും കൂടി സർവീസിലുള്ളതുകൊണ്ട് അത് ചെയ്ത് പോയെന്നുള്ളൂ കേട്ടോ. ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് വിടണമുണ്ട്. വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല, പുതിയ പ്ലഗ്ഗാണ്. എയർ ഫിൽറ്ററും പ്ലഗും ഒപ്പം മാറ്റിയാണ്. എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ എഞ്ചിൻ ഓയിൽ നല്ല ഓയിലാണ് കിടക്കുന്നത് കേട്ടോ. ഒരല്പം ലെവൽ ടോപ്പ് അപ്പ് ചെയ്യേണ്ടി വരും, കാരണം അപ്പുറത്ത് ലീക്ക് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ലെവൽ പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ, എയർ ഫിൽറ്ററിന് തന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്നൊരു യൂണിറ്റാണ്, ഒരു ഫോം ടൈപ്പ്, ഒരു സ്ക്വയർ ടൈപ്പിൽ തന്നെയാണ്. അത് മൊത്തം പൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി റീസെറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഒന്ന് നമുക്ക് ഈ സെക്കൻഡറി ഫിൽറ്റർ ചേഞ്ച് ചെയ്തിടാനുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ബുഷുകൾ ചേഞ്ച് ചെയ്തിടാനുണ്ട്. ലിങ്ക് ബുഷും മാറണം, കുഷൻ അസംബ്ലിയുടെ ബുഷും മാറ്റിയിടാനുണ്ട്. പിന്നെ ക്ലച്ചിനകത്ത് വരുമ്പോൾ അതിൻ്റെ ഓയിൽ സീലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്, ഓയിൽ ടോപ്പ് അപ്പ് ചെയ്യാനുണ്ട്. പിന്നെ അതിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഇത് ബാക്കിൽ കിടക്കുന്ന ടയറാണ്, ടയർ ഫുള്ള് തീർന്ന് നിൽക്കണേ. ഫ്രണ്ടിൽ കിടക്കുന്ന ടയറാണെങ്കിലും ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടയർ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ മോഡൽ ടയറൊന്നും നമുക്ക് ഇതൊന്ന് ചൂസ് ചെയ്യാതിരിക്കണം ഏറ്റവും ബെറ്റർ കേട്ടോ.
നമുക്ക് കമ്പനി വന്ന മോഡലാണെങ്കിൽ അതാണെങ്കിൽ കുറേ കൂടി ബെറ്റർ. അപ്പോൾ അത് ശരിക്കും സാപ്പർ മോഡൽ എന്ന് പറയും. അത് ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ കൂട്ടത്തിലുള്ള റൊട്ടേഷൻ കൂടി ചെയ്ത് ഇടാം. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ചെയ്യുന്നില്ലെങ്കിൽ തന്നെ പിന്നീട് മാറ്റണ സമയത്ത് ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറെടുത്ത് ബാക്കിലേക്ക് ഇടണം. പുതിയ ടയറാണ് ഫ്രണ്ടിൽ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇപ്പോൾ ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണം. കൂട്ടത്തിൽ അത് മാറ്റി പോവുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടി ബെറ്റർ. നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് പറയാം. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒഴിവാക്കേണ്ട കേസുണ്ടെങ്കിൽ നോക്കിയിട്ട് അതനുസരിച്ച് പറഞ്ഞ് നമ്മൾ ആ രീതിയിൽ ചെയ്തു തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം. ആ വീഡിയോ കാണാം. എസ്റ്റിമേറ്റ് കണ്ടതിന് ശേഷം നോക്കിയിട്ട് എൻ്റെ റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.